ജബ്ബാറിൻ്റെ ഒരു പുതിയ പടം കണ്ടു. ആ പടത്തിൻ്റെ തലക്കെട്ടേ ഞാൻ വായിച്ചുള്ളൂ. കാരണം ജബ്ബാറിനെയൊക്കെ ആഴത്തിൽ കണ്ട് വിലയിരുത്തി പറയാൻ തക്ക ഒന്നുമില്ല. എന്തുകൊണ്ടില്ലെന്ന് ചോദിച്ചാൽ, ഖുർആൻ, അറബി ഭാഷ, അതിൻ്റെ വ്യാകരണം, അതിൻ്റെ പാരായണം, അതിന് അർത്ഥം വെക്കൽ, ഇത്തരം കാര്യങ്ങളിൽ ജബ്ബാറിൻ്റെ ഒരു കഴിവ് ഒന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ അത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി അയ്യൂബ് മൗലവി പിടിച്ചപ്പോൾ, പണ്ട് ചെറുപ്പകാലത്ത് സുന്നത്ത് കല്യാണം നടത്തുന്നതിന് വേണ്ടി, ഇപ്പോഴൊന്നുമല്ല, പണ്ട് പിള്ളാരെ പിടിക്കാനിട്ട് ഓടിക്കുന്നത് പോലെയും, ആരെങ്കിലും ബന്ധുക്കൾ വരുമ്പോൾ ഇല്ല നാടൻ കോഴിയെ പിടിക്കാൻ കിടന്ന് ഓടുന്നത് പോലെയും പുറകിന് ഓടിയിട്ട് പോലും ജബ്ബാറിനെ കിട്ടുന്നില്ല. കാരണം ജബ്ബാറിനറിയാം പിടികൊടുത്താൽ പൊളിയുമെന്ന്. അതുകൊണ്ട് ജബ്ബാർ അതിന് മറ്റ് പല ഉപാധികളുമൊക്കെ ഉണ്ടാക്കുകയും ജബ്ബാറിന് ശാരീരികമായും മാനസികമായും വല്ലാത്ത തകർച്ചയിലുമാണ് എന്നുള്ളൊരവസ്ഥയിലൊക്കെ ജബ്ബാർ വളരെ ഖണ്ഡിത ഗുണ്ടിത മണ്ഡിതനായി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ജബ്ബാറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ റുപ്പി പോലെയാണ്. എക്കാലത്തെയും വലിയ തകർച്ചയിലാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജബ്ബാറിൻ്റെ പല വീഡിയോകളൊക്കെ പഴയതെടുത്ത് നമ്മുടെ ഡോക്ടർ ബാസിലൊക്കെ അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ജബ്ബാർ പറഞ്ഞത്, ഞാൻ ബോധപൂർവം എല്ലാവരെയും പരീക്ഷിക്കാൻ വേണ്ടി ചില തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്നുവെച്ചാൽ പരീക്ഷയ്ക്ക് ഉത്തരവെഴുതുന്ന വിദ്യാർത്ഥി, നീ എന്തിനാടാ ഇത്രയും തെറ്റെഴുതിയത്, നീ വെറും പൊട്ടനാണല്ലോടാ എന്ന് അധ്യാപകൻ പറയുമ്പം, അതൊന്നും അല്ല സാറേ, ഞാൻ മനഃപൂർവ്വം സാറിന് വിവരമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഉത്തരം തെറ്റിച്ചതാണ് എന്നാണ് പറഞ്ഞത്. അവസാനം ബാസിൽ പറഞ്ഞു, തെറ്റിച്ചത് ഏതാണ് ശരിയാക്കിയത് ഏതാണെന്നൊന്ന് വരച്ചു തരാമെങ്കിൽ അത് വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജബ്ബാറിനെ കണ്ടിട്ടേയില്ല. ജബ്ബാർ ഇപ്പോൾ പഴയ ഒരാശാരി എന്നുള്ള നിലയിൽ പണ്ട് മുതൽ ചെയ്ത വീടുകളൊക്കെയും ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇനി വയ്യ, ശരീരത്തിൻ്റെ പേശിബലമൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞ് ജബ്ബാർ എവിടെയോ വിശ്രമ ജീവിതത്തിന് മഞ്ഞുതുള്ളി പോലെ മാഞ്ഞു പോകാൻ ഒരുങ്ങുകയാണ് എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. ഇനി അതേത് ദറജയിലുള്ള യാത്രയാണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ജബ്ബാർ പറഞ്ഞ ഈ ഒരൊറ്റ ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ വന്ന ഒരൊറ്റ മറുപടി തന്നെ ധാരാളം മതിയെന്ന് വിചാരിച്ച് അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചാണ്. അതായത് അള്ളാഹുവിന് അറബി അറിയില്ല. ഇതാണ് ജബ്ബാറിൻ്റെ വാദം. ജബ്ബാറിനറിയാവോ? ജബ്ബാറിനറിഞ്ഞെങ്കിലല്ലേ വേറെ ആർക്കെങ്കിലും അറിയാവോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൂ. പണ്ട് ഒരു കലാമത്സരത്തിന് മാർക്കിടാൻ വേണ്ടി ഒരു ജഡ്ജിനെ ഇരുത്തി വേദിയിൽ ഒരു കലാപരിപാടി നടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജഡ്ജ് ചാടി എഴുന്നേറ്റ് പുറകിലിരിക്കുന്നവരോട് എന്തുവായതെന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞു, നിങ്ങളവിടെ ഇരിക്ക്, ഞങ്ങൾക്കിത് കാണണ്ടേ, നിങ്ങളവിടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജ് പറഞ്ഞത്രേ, നിങ്ങൾക്കിത് കണ്ടിട്ടങ്ങ് പോകാം, ഞാനിത് മാർക്കിടേണ്ട ആളാണ്, അതുകൊണ്ട് എന്താണിതിൻ്റെ ഇനമെന്ന്, ചാക്യാർ കൂത്താണോ അല്ല തുള്ളലാണോ ഉച്ചിപ്പുടിയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ പാവം തിരിഞ്ഞ ആളുകളോട് എന്താണിത് എന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ജബ്ബാറിന് അറബ് അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പാവാട ജബ്ബാറിനെ അയ്യൂബ് മൗലവി വിളിച്ചത്. എന്നിട്ട് പാവാട പോകുന്നില്ല. എന്നിട്ടാണ് പറയുന്നത് അള്ളാഹുവിന് അറബി അറിയില്ല. വളരെ നിസ്സാരമായൊരു ഉദാഹരണം. എപ്പാറിൻ്റെ വാപ്പയും ഉമ്മയാണല്ലോ ഉണ്ടാക്കിയത്. എന്തായാലും ഒരു വാപ്പയും ഉമ്മയാണ് എന്ത് യുക്തി വെച്ച് ചിന്തിച്ചാലും അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ ഇതുവരെ യുക്തിയിലെങ്ങും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണ് അവർ ഉണ്ടാക്കിയത്. ഇനി ജബ്ബാർ അത് കഴിഞ്ഞ് ആദ്യഘട്ടത്തിലൊക്കെ ഇസ്ലാമായിരുന്നോ മുസ്ലിമായിരുന്നോ വാപ്പ ആയിരുന്നോ ഉമ്മ ആയിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ജബ്ബാർ സുന്നത്ത് കല്യാണം നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അത് അറിയേണ്ട വിഷയമല്ല. ആകെ അത് അറിയേണ്ടത് ജബ്ബാറിൻ്റെ സുഹൃത്തായ ആരിഫ് ഹുസൈന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജബ്ബാറിന് കേസിൽ കക്ഷി ചേരാം. എന്തായാലും ജബ്ബാറിനെ അങ്ങനെ സൃഷ്ടിച്ചു വന്നിരിക്കട്ടെ. അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ജബ്ബാർ ഒരു 4-5 വയസ്സുള്ളപ്പോൾ ഉമ്മാടെ അടുത്ത് പറയുക, നിങ്ങൾക്ക് എന്നെ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഉമ്മാക്ക് ഇത് വലിയ വേദനയായിട്ട് എന്ന് വാപ്പാടുത്ത് പറഞ്ഞു. അത് എപ്പാറ് മോൻ എപ്പോഴും പറയുന്നു, നമുക്കവനെ ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ കുറച്ച് പക്വതയുള്ള വാപ്പയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയും, അത് കുഴപ്പമില്ല, അവൻ കുഞ്ഞല്ലേ, അവനതിനെക്കുറിച്ച് അറിയത്തില്ല, പ്രായപൂർത്തിയാവുമ്പോൾ അവനത് മനസ്സിലാവും നമ്മളാണ് ഉണ്ടാക്കിയതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും അവനതുപോലെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത്രയും വലിയൊരു പ്രക്രിയ, ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്, എന്താണതെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ജബ്ബാറിൻ്റെയും പ്രശ്നം അത്രയേ ഉള്ളൂ. അള്ളാഹുവിന് ഖുർആൻ അറിയില്ലെന്ന് ജബ്ബാറിന് തോന്നുന്നതിൻ്റെ കാര്യം ജബ്ബാറിനത് അറിയാത്തതുകൊണ്ടാണ്. ജബ്ബാർ അതിന് ഇരുന്നാൽ അത് പഠിപ്പിച്ചു കൊടുക്കാമെന്നാണ് അയ്യൂബ് മൗലവി പറയുന്നത്. അല്ലെങ്കിൽ അയ്യൂബ് മൗലവിയെ തകർത്ത് തരിപ്പണമാക്കാം. അയ്യൂബ് മൗലവി കുറച്ചു കാലം അങ്ങോട്ട് വന്നിട്ടുള്ള ആളായതുകൊണ്ട് ജബ്ബാറിൻ്റെ എല്ലാത്തരം
രോഗങ്ങളും അയ്യൂബ് മൗലവിക്ക് പെട്ടെന്ന് മരുന്ന് കുറിക്കാൻ പറ്റും. അതിന് ജബ്ബാറൊന്ന് ഇരുന്നോട് ജബ്ബാറേ, നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒന്ന് ഇരുന്ന് കൊടുക്കണ്ടേ, താഴെ നിന്നെങ്കിലല്ലേ സമ്മാനം തരാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജബ്ബാർ ഇരുന്ന് കൊടുത്താൽ ഈ അള്ളാഹുവിന് ഖുർആൻ അറിയില്ലെന്നുള്ള കാര്യമൊക്കെ മാറും. ഇല്ല, ചെറുപ്പത്തിൽ ഉമ്മയോട് ചോദിച്ചതുപോലെയുള്ള സംശയം തീരുകയും ചെയ്യും.